Good morning. For today's class, we are going to study about another architect who is Ludwig Mies van der Rohe, or simply Mies van der Rohe. Uh, Talking about the introduction, Ludwig Mies van der Rohe is an modern architect, and his surname is Mies, and his design philosophies were ഗ്രേറ്റ് വർവ്സ് ഇൻ 1920 അദ്ദേഹത്തിൻ്റെ ഡിസൈൻ ഫിലോസഫീസ് ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഹീ ഈസ് വൺ ഓഫ് ദ മോഡേൺ ആർക്കിടെക്റ്റ് ആൻഡ് ഹീ ഈസ് എ മോഡേൺ ഫിഗർ ഇൻ മോഡേണിസ്റ്റ് മൂവ്മെൻറ്റ് ആൻഡ് ഹീ ഓൾസോ വർക്ക്ഡ് വിത്ത് another modern architects like Le Corbusier, Walter Gropius, etc. He put forward the famous motto in architecture like form follows function and ornamentation is a crime. Ornamentation is a crime എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്ചറിൻ്റെ മെയിൻ ഒരു മോട്ടോ ആണ്. അത് കൊണ്ടുവന്നത് മീസ് വാൻ ഡർ റോ ആണ്. ബിക്കോസ് ഒരു മോഡേൺ ആർക്കിടെക്റ്റ് ആണ് അദ്ദേഹം. നമുക്കറിയാം ഹിസ്റ്റോറിക് ബിൽഡിങ്സിലൊക്കെ നിറയെ ഓർണമെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെയാണ്. കമ്മിങ് ടു മോഡേൺ ബിൽഡിങ്സ് ഇറ്റ് സിംപ്ലിഫൈഡ് ഗ്ലാസ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ബിൽഡിങ്സിൽ ഓർണമെൻറ്റേഷൻ ഈസ് എ ക്രൈം എന്ന് പറയുന്ന ഒരാളാണ് മീസ് വാൻ ഡർ റോ. ആൻഡ് ഹിസ് ബയോഗ്രഫി, ഹി ഈസ് ബോൺ ഇൻ March 27, 1886 in Germany, and he is a German architect. He got many awards and he died in 1969 in Chicago. His famous buildings are Lakeshore Drive Apartment, Tungat House, Crown Hall, Frankfurt House, Seagram Building, New National Gallery, Toronto Dominion Center, Westmont Square. And among these buildings, these are the famous building, and among these you have to study about the Lakeshore Drive Apartment. അതാണ് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. And these are some of his buildings photographs. This is the Lakeshore Drive Apartment. Talking about the Lakeshore Drive Apartment, it's a twin pair of glass and steel apartment tower. It's a skyscrapers എന്ന് പറയാം. അതൊരു twin ഗ്ലാസ് ആൻഡ് സ്റ്റീൽ സ്ട്രക്ചർ ആണത്. ഇറ്റ് ഈസ് ബിൽറ്റ് ഇൻ 1949 to 1951 അലോങ് ഒരു ലേക്ക്, മിഷിഗൺ എന്ന് പറയുന്ന ഒരു ലേക്കിൻ്റെ തീരത്താണ് ഈ ഒരു ലേക്ക് ഷോർ ഡ്രൈവ് അപ്പാർട്ട്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഒരു ഹൈ റൈസ്ഡ് അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ആണ്. പോസ്റ്റ് വാറിന് ശേഷം, വേൾഡ് വാറിന് ശേഷം ആൾക്കാർക്ക് താമസിക്കാൻ ഒരു ഹൈ റൈസ്ഡ് ബിൽഡിംഗ് വേണമെന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു പണിതൊരു അപ്പാർട്ട്മെൻറ്റ് ആണ് ലേക്ക് ഷോർ ഡ്രൈവ് അപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഒരു വാട്ടർ ഫ്രണ്ടേജ് ഉണ്ട് അതിന് ചുറ്റും, ആൻഡ് അറ്റ് ദ സെയിം ടൈം ചിക്കാഗോയുടെ ആ ഒരു സിറ്റിയുടെ വ്യൂവും അതിന് കിട്ടാറുണ്ടായിരുന്നു. And talking about the site plan, site is a triangular site, and he arranged the two apartments at cross axis towards one another, delivering view of a lake. അതായത് അദ്ദേഹം ഒരു ട്രയാങ്കുലർ സൈറ്റിലാണ് കൺസ്ട്രക്ട് ചെയ്തത്. ട്രയാങ്കിൾ സൈറ്റിൻ്റെ വൺ എൻഡിൽ ഒരു ലേക്കിൻ്റെ വ്യൂ ഉണ്ട്, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു സിറ്റിയുടെ വ്യൂസും അദ്ദേഹത്തിന് കിട്ടാറുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ട്രയാങ്കുലർ സൈറ്റിൽ 2 ടവറായിട്ടാണ് അദ്ദേഹം ആ ഒരു ബിൽഡിങ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. 90-degree angle that the building is situated also encloses a plaza at the ground level. ഇപ്പോൾ 90-degree ആംഗിളിൽ നമ്മളത് പ്ലേസ് ചെയ്തത് കാരണം അതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ നമുക്കൊരു പ്ലാസ കിട്ടാനും സഹായിച്ചിട്ടുണ്ട്. ടോക്കിംഗ് അബൌട്ട് ദ പ്ലാൻ ലെവലിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, പ്ലാൻ ഫോർ ദ ടവേഴ്സ് ഫോർ ഓർഗനൈസ്ഡ് ഇൻ എ 21 ഫുട് ഗ്രിഡ്. 21 ഫുട് ഗ്രിഡ്സ് ആയിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ട് അതിനകത്താണ് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം സ്റ്റീൽ കോളംസ് അദ്ദേഹം ഇൻറ്റീരിയേഴ്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെയാണ് അദ്ദേഹം മിക്ക ആർക്കിടെക്ചർ ബിൽഡിങ്സും ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ പറയുന്ന ഇൻറ്റീരിയേഴ്സിലുള്ള സ്റ്റീൽ കോളംസ് ഒക്കെ പ്രീ ഫാബ്രിക്കേറ്റഡ് പാർട്സ് ആണ്. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ആർക്കിടെക്ചറാണ്. അതിന് ഈ ഒരു ലേക്ക് ഷോർ ഡ്രൈവ് അപ്പാർട്ട്മെൻറ്റ് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ലിറ്റിൽ റൈസ് എബോവ് ദ ഗ്രൗണ്ടിൽ നിന്ന് അല്പം ഉയർത്തിയിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആൻഡ് 2 അപ്പാർട്ട്മെൻറ്റ്സും കണക്ട് ചെയ്തിട്ട്, നമ്മൾ ട്വിൻ ടവർ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ 2 അപ്പാർട്ട്മെൻറ്റ്സും കണക്ട് ചെയ്തുകൊണ്ട് ഒരു റൂഫ് ലെവലിൽ കൂടെ ഫ്ലോട്ടിംഗ് ആയിട്ട് പോകുന്നുണ്ട്, വിച്ച് ഈസ് എ മൂവ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം അങ്ങനെ ഒരു റൂഫിംഗ്
സ്പേസ് കൊടുത്തിട്ടുള്ളത്, വിച്ച് യു ക്യാൻ സീൻ ഇൻ ദ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രൗണ്ട് അല്പം ഉയർന്നിട്ടാണ് ആൻഡ് 2 ടവറും കണക്ട് ചെയ്തിട്ട് ഒരു റൂഫ് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് അനദർ പ്രോജക്റ്റ്, ഇറ്റ്സ് ഫ്രാൻസ്വർത്ത് ഹൗസ്. നിങ്ങൾക്ക് സിലബസിൽ ഇത് പഠിക്കാനില്ല, ബട്ട് സിംപ്ലി ജസ്റ്റ് ഐ എം ടോക്കിംഗ് ദിസ്. 1945 to 51 ഫ്രാൻസ്വർത്ത് ഹൗസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് എ വീക്കെൻഡ് കോട്ടേജ്, 1 room വീക്കെൻഡ് കോട്ടേജ് ആണ്. ഒരു നെഫ്രോളജിസ്റ്റ് ആയ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് ഇൻ ഡൗൺ ടൗൺ ചിക്കാഗോ ആൻഡ് ഇറ്റ്സ് എ ടോട്ടൽ ഏരിയ ഓഫ് 1500 സ്ക്വയർ ഫീറ്റ് ഓളം ഇതിനുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. മിനിമലിസ്റ്റ് മോഡേൺ ഹൗസസ് ആണ്. ആൻഡ് ഫ്രീ ആൻഡ് ഓപ്പൺ സ്പേസ് വിത്ത് മിനിമൽ ഫ്രെയിം വർക്ക് വിത്ത് യൂസിങ് എക്സ്പോസ്ഡ് സ്റ്റീൽ സ്ട്രക്ചറൽ കോളം. എക്സ്പോസ്ഡ് സ്റ്റീലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രീ ആൻഡ് ഓപ്പൺ സ്പേസസ് ആണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ ഫുള്ളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ദിസ് ഈസ് ദ വ്യൂ ഓഫ് ഫ്രാൻസ്വർത്ത് ഹൗസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റീൽ സ്ട്രക്ചറാണ്, അതുപോലെ തന്നെ ഫുള്ളി ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ പ്ലാനിങ് ആണ് ആൻഡ് ഒരു വീക്കെൻഡ് കോട്ടേജ് ആണ്. ഗ്രൗണ്ടിൽ നിന്ന് അല്പം എലിവേറ്റ് ചെയ്താണ് ചെയ്തിട്ടുള്ളത് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ഫ്ലഡിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എലിവേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പ്ലാൻ എന്ന് പറയുന്നത് ജസ്റ്റ് റെക്റ്റാങ്കുലർ ആണ്. മിഡ് സെഞ്ച്വറി മോഡേൺ ആർക്കിടെക്ചർ. റൂഫ് ഫ്ലാറ്റ് ആണ്. ഓപ്പൺ സ്പേസ് ഫോർ ലിവിങ്. ഹൊറിസോണ്ടൽ സ്ലാബ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ സൈഡ് പ്ലാൻ കം അതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. ഇൻറ്റീരിയേഴ്സും അതിൻ്റെ ഫർണിച്ചേഴ്സൊക്കെ മിനിമലിസ്റ്റ് ആണ് ബട്ട് ഫങ്ഷണൽ ആണ്. അതിന് ലിവിങ് ഏരിയ ഉണ്ട്, സ്ലീപ്പിംഗ് ഏരിയ ഉണ്ട് ആൻഡ് കിച്ചൺ, ലിവിങ്, ഡൈനിങ്, ബാത്റൂംസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് ബാത്റൂംസിന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഒരു പാർട്ടീഷൻ ഉള്ളൂ. ബാക്കിയെല്ലാം കേർട്ടൻസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫുള്ളി ഓപ്പൺ ചെയ്തിട്ടായിരിക്കും ഈ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. ദിസ് ഈസ് ദ ഓവറോൾ വ്യൂ ഓഫ് ദാറ്റ് ഹൗസ്. മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു ഗ്ലാസും സ്റ്റീലുമാണ്. സ്റ്റീൽ മെമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ഓവറോൾ വ്യൂ ഓഫ് ഫ്രാൻസ്വർത്ത് ഹൗസ്. ഞാൻ ഫ്രാൻസ്വർത്ത് ഹൗസ് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാനത് നിങ്ങൾക്ക് ഞാനിത് വെറുതെ അദ്ദേഹത്തിൻ്റെ ബിൽഡിംഗ് കാണാൻ വേണ്ടി ഇട്ടിട്ടുള്ളതാണ്. നമുക്ക് പഠിക്കാനുള്ളത് ലേക്ക് ഷോർ ഡ്രൈവ് അപ്പാർട്ട്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക ഫ്രാൻസ്വർത്ത് ഹൗസ്. ആൻഡ് നോട്ട്സ് എഴുതുമ്പോൾ മീസ് വാണ്ടർ റോഡ് ഇൻട്രൊഡക്ഷൻ എഴുതുക ആൻഡ് ലേക്ക് ഷോർ ഡ്രൈവ് അപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക.